അടുത്ത മിനിറ്റ്സിൽ അല്ലെങ്കിൽ അടുത്ത ഹവറിൽ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഏത് കോളാ വരുന്നത് എന്നുള്ളത് നമുക്ക് അറിയൂല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ 9 ഇയേഴ്സ് ആയിട്ടും നൗഷാദിക്ക് സത്യത്തിലൊരു മടുപ്പ് തോന്നിയിട്ടില്ല? ഇല്ല ഇല്ല, എനിക്ക് ഓരോ ദിവസം എനർജി കൂടുക. എനർജി കൂടുക. ഒരുപാട് ഇത് മാത്രമല്ല, ഇത് നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഉം. മറ്റേ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ സജീവമായിട്ട് പങ്കെടുത്ത ഒരു 5-6 ദിവസം അതിന്റെ ബോഡികൾ ചെയ്യുക, ഇതൊക്കെ എല്ലാത്തിനും കൂടി ആ ഒരു സമയത്ത് അവിടെ ഒരു അമ്പലത്തിലൊരു പൂജാരി മരണപ്പെട്ടിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു അമ്പലം ഒലിച്ചു പോയി എന്നൊക്കെ. അയാൾ തമിഴ്നാട് സ്വദേശി, അയ്യങ്കൊല്ലി അങ്ങനെ പറയുന്ന സ്ഥലത്താണ്. അയാളെ രാത്രി 1:30 മണിക്കാണ് ബോഡിയായിട്ട് അയാളെ വീട്ടിലേക്ക് പോകുന്നത്. ഞാനും എൻ്റെ സുഹൃത്ത് നിസാറും ഉണ്ട് കൂടെ. ഏതായാലും ഒരു കാടിന്റെ ഉള്ളില്, ആനക്കാടിന്റെ ഉള്ളിലാണ് ഇയാളെ വീട്. തിരിച്ചു വരുമ്പോൾ വഴി തെറ്റി ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല, മാപ്പൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. കാരണം ഫുള്ള് ഇരുമ്പിന്റെ ഇതിട്ടതാ ആന വരുന്നതിനുള്ള. അങ്ങനെ ഓരോ വീതിയുള്ള റോഡ് നോക്കി പോകുന്നത്. പക്ഷെ അന്നൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാല് അതൊക്കെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. അപ്പം നമ്മളവിടെ ഒരു ഫാമിലിയുടെ അടുത്ത് അത് എത്തിച്ച് മാത്രമല്ല, അങ്ങോട്ട് പോകുമ്പോൾ MLA ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് ഒരുപാട് ഉണ്ടാവില്ല. അങ്ങോട്ട് MLA, എനിക്ക് തോന്നുന്നത് ഗൂഡല്ലൂർ MLA ആണ് അന്ന് ഉണ്ടായിരുന്നത്. അവര് കൂടെ ഉണ്ടായിരുന്നു. മുമ്പിൽ അവരെ വണ്ടിയായിട്ട് ബാക്കിലാണ് നമ്മൾ ആംബുലൻസ് ആയിട്ട് പോകുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോഴേ ചെയ്യാൻ കഴിഞ്ഞല്ലോ. ആ ഒരു മനുഷ്യനെ ഞാൻ അറിയില്ല, ജീവിതത്തിൽ കണ്ടിട്ടുമില്ല, ഇനി കാണാനും കഴിയില്ല. എന്നിട്ടും നമ്മളതൊക്കെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് കോടിക്കണക്കിന് റുപ്യ അൾമറയിലുള്ള ഒരാൾക്ക് കിട്ടാത്ത ഒരു സന്തോഷം, ഒരു സംതൃപ്തിയാണ് ജീവിതത്തിൽ.